നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. കർമ്മം ചെയ്യുന്നത് അതിൽ തന്നെയാണ് അതിന്റെ ഫലം. നമ്മൾ ഓരോ ദിവസവും അമ്പലത്തിൽ വരുന്നത് എന്തിനാണ്? വന്ന് ഭഗവാനെ കാണുന്നതാണ് അതിന്റെ ഫലം. അതിൽ നിന്ന് നമുക്കിനി വേറൊന്നും കിട്ടാനില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തിനാണ്? നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് അനാദി വാസനകളോട് കൂടിയാണ്. ആ വാസനകളെല്ലാം ക്ഷയിക്കണം. അതിന് ചിത്തശുദ്ധി ഉണ്ടാകണം. എന്നാൽ മാത്രമേ ആ ഭഗവത് ചൈതന്യം നമ്മുടെ ഉള്ളിൽ തെളിയുള്ളൂ. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നത് ആ ചിത്തശുദ്ധിക്കുള്ള ഒരു മാർഗമാണ്. അപ്പൊ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാനുള്ള ഒരു വിവേകം നമുക്ക് വേണം. അതിനാണ് അർച്ചാവതാരമായ ഭഗവാനെ നമ്മൾ ഓരോ ദിവസവും വന്ന് ദർശിക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നു, ഈ ജ്ഞാനം ആദ്യമായി ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് വിവസ്വാനാണ്. അത് കഴിഞ്ഞ് വിവസ്വാൻ ആദ്യം മനുവിന് പറഞ്ഞു കൊടുത്തു. മനു അത് ആദ്യ രാജാവായ ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ബട്ട് ഇങ്ങനെ കാലക്രമേണ അത് കൈ മാറി മാറി വന്നപ്പോൾ ധർമ്മം ക്ഷയിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ അത് ഒന്നും കൂടി അത് പറയാനുള്ള സന്ദർഭം ഉണ്ടായത്. ആ ധർമ്മത്തിന്റെ ചുതി കൊണ്ടാണ് ദ്രൗപദിക്ക് ആ ഒരു വേദനകരമായ സംഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. 4ാമത്തെ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് വേഴ്സ് ഉണ്ട്. ചാതുർവർണ്യം മയാ ശ്രേഷ്ഠം ഗുണകർമ്മ വിഭാഗശഃ. ഈ വേഴ്സ് ഉപയോഗിച്ചാണ് എല്ലാ വേറെ മതസ്ഥരും നമ്മളെ കുറിച്ച് ഇവിടെ ജാതി വിവേചനമുണ്ട് എന്ന് പറയുന്നത്. ആ ആദ്യത്തെ ലൈൻ മാത്രമേ അവർ നോക്കുള്ളൂ. നമ്മളുടെ ജാതി നിശ്ചയിക്കുന്നത് നമ്മുടെ ഗുണവും കർമ്മവുമാണെന്ന് 5000 വർഷം മുമ്പേ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആരും മനസ്സിലാക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ ശ്രമിക്കാറുണ്ട്. അടുത്ത ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നത് വിദ്യ കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? വിനയം. അതായിരിക്കണം ഒരു വിദ്യയുടെ ബേസ്. വിദ്യ വിനയ സമ്പന്നി. എന്ത് നേടുമ്പോഴും അത് നമ്മൾ നേടി എന്ന് ഓർക്കാതെ അത് ഭഗവാനെ സമർപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ധൃതരാഷ്ട്രരുടെ ജീവിതത്തിലുള്ള ഒരു കഥയുടെ രൂപത്തിൽ ഞാൻ പറയാം. ധൃതരാഷ്ട്ര 100 മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേരുടെ ഗുരുവിനോട് ചെന്ന് ചോദിച്ചു, എന്ത് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ 100 മക്കളെ നഷ്ടപ്പെട്ടത്? അപ്പോ ഗുരു പറഞ്ഞു കൊടുത്തു, കുറേ ജന്മങ്ങൾക്ക് മുൻപ് നീ ഒരു 100 പക്ഷികളെ ഒരുമിച്ച് നശിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ കർമ്മഫലം നിനക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ ധൃതരാഷ്ട്രൻ ചോദിച്ചു, എന്തുകൊണ്ട്? പക്ഷെ ഉടനെ അത് വന്നില്ല, അടുത്ത ജന്മങ്ങൾ വന്നില്ല. 100 മക്കളെ കിട്ടാൻ നീ എത്ര പുണ്യം ചെയ്യണം? അതിനു വേണ്ടി കാലം നിനക്ക് പല ജന്മങ്ങൾ തന്ന് ഈ കർമ്മഫലം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഓരോന്നും ചെയ്യുമ്പോൾ പുണ്യവും എനിക്ക് വേണ്ട, അതും ഭഗവാനും, പാപവും എനിക്ക് ചെയ്താൽ അത് ഞാൻ ചെയ്ത് ഭഗവാനെ എന്നോട് ക്ഷമിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി എടുക്കുക. പുണ്യവും ഇവിടുന്ന് വേണ്ട, പാപവും വേണ്ട. നമുക്ക് അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കാനാണ് നമ്മളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അതാണ് യോഗ കർമ്മസു കൗശലം. ഓരോ ഭഗവത്ഗീതയുടെ ചാപ്റ്ററും യോഗ യോഗ എന്നാണ് അവസാനിക്കുന്നത്. എന്താണ് യോഗ? യുജ്യതേ ഇതി യോഗ. ആരുടെ കൂടെ നമ്മൾ ചേർക്കുന്നു? ഭഗവാന്റെ കൂടെ നമ്മളെ ചേർക്കാനാണ് ഭഗവത്ഗീതയുടെ 18 ചാപ്റ്റർ. ഇത്രയും നമ്മളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാൻ അറിയാം നമ്മൾ പകുതി കേൾക്കും പകുതി കേൾക്കില്ല. അതുകൊണ്ട് ഈ വേഴ്സ് 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നു, ഉപരേ ആത്മനാത്മാനം ന ആത്മാനം
അവസാദേ ആത്മൈവ ആത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മനഃ. നമ്മളുടെ ഏറ്റവും വലിയ മിത്രവും ഏറ്റവും വലിയ ശത്രുവും നമ്മൾ തന്നെയാണ്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളെ ഉദ്ധരിക്കാൻ കഴിയുള്ളൂ. എപ്പോഴും ഭഗവാൻ ഒരിക്കലും ഒരു ആവശ്യമില്ലാത്ത സാധനവും ഈ ഭൂമിയിലേക്ക് ഇടില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങേർക്ക് അത്രയും മൂല്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് ഭഗവാൻ നമ്മളെ കുറിച്ച് പറയുന്ന 6 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഭഗവാനെ കുറിച്ച് പറയുന്നു. എങ്ങനെ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ഭഗവാനിൽ നിന്ന് ആദ്യം വന്നത് ആകാശം, സ്പേസ്, അതിൽ നിന്ന് വായുവിന്റെ താഴെ അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന്